മോഹൻലാലിന്റെ കരിയറിലെ 360ാമത്തെ സിനിമ രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം. തരുൺ മൂർത്തിയാണ് സംവിധാനം ചെയ്യുന്നത്. ഏറെ ശ്രദ്ധേയമായ ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്ക എന്നീ ചിത്രങ്ങൾ ഒരുക്കിയത് തരുൺ മൂർത്തിയാണ്. മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രജപുത്ര നിർമ്മിക്കുന്ന രണ്ടാമത് ചിത്രമാണിത്. രജപുത്രയുടെ 14ാമത് ചിത്രവും മോഹൻലാലിന്റെ 360ാമത് ചിത്രവുമാണിത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനായ ടാക്സി ഡ്രൈവറിന്റെ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും ഇതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു റിയലിസ്റ്റിക് കഥാപാത്രത്തെ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. ഒരിടത്തരം ഗ്രാമത്തിന്റെ ഉൾത്തുടിപ്പുകൾ കോർത്തിണക്കിയാണ് ഈ ചിത്രത്തിന്റെ അവതരണം. മറ്റ് അഭിനേതാക്കളുടെ നിർണയം നടക്കുകയാണ്. പ്രമുഖ ദിനപത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതുകയും നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനാകുകയും ചെയ്ത KR സുനിലിന്റേതാണ് കഥ. സുനിൽ മികച്ച ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. തിരക്കഥയും സംഭാഷണവും രചിക്കുന്നത് തരുൺ മൂർത്തിയും സുനിലും ചേർന്നാണ്. ഛായാഗ്രഹണം ഷാജി കുമാർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അവന്തിക രഞ്ജിത്ത്, കലാസംവിധാനം ഗോകുൽദാസ്, മേക്കപ്പ് പട്ടണം റഷീദ്, കോസ്റ്റ്യൂം ഡിസൈൻ സമീറ സനീഷ്, നിർമ്മാണ നിർവഹണം ഡിക്സൺ പൊടുത്താസ്, സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദ്. ഏപ്രിൽ 2ാം വാരത്തിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം റാന്നി, തൊടുപുഴ ഭാഗങ്ങളിലായി പൂർത്തിയാകും. തന്റെ 360ാമത്തെ സിനിമ പ്രഖ്യാപിച്ചതിനു പിന്നാലെ തിരുപ്പതി തിരുമല ക്ഷേത്ര ദർശനം നടത്തി നടൻ മോഹൻലാൽ. ഇന്ന് രാവിലെയായിരുന്നു സന്ദർശനം. സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു നടൻ തിരുപ്പതിയിൽ എത്തിയത്. ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തിയ താരത്തോട് അടുത്ത തെലുങ്ക് പടത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്. തെലുങ്ക് ഫിലിം ഇർക്ക് വൈകാതെ അതേപറ്റിയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് മോഹൻലാൽ മറുപടി നൽകിയത്. താരം ക്ഷേത്ര ദർശനം നടത്തുന്നതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. എമ്പുരാൻ എന്ന ചിത്രത്തിലാണ് മോഹൻലാൽ നിലവിൽ അഭിനയിക്കുന്നത്. പൃഥ്വിരാജ് ഒരുക്കിയ ലൂസിഫറിന്റെ 2ാം ഭാഗമാണിത്. സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ്.